കൗണ്ടിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് ടാറ്റയുടെ പഞ്ചാണ്. ഇന്ത്യയിൽ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന വണ്ടിയാണ് ടാറ്റയുടെ പഞ്ച്. അപ്പോൾ മാരുതിയുടെ വാഹനങ്ങളൊക്കെ തള്ളിയിട്ട് ഇപ്പോൾ ന്യൂ എമേർജിങ് നമ്പർ 1 വെഹിക്കിൾ ഓഫ് ദ ഇയർ അല്ലെങ്കിൽ വെഹിക്കിൾ ടോട്ടൽ സെയിൽസ് ഓഫ് ദ ഇയറൊക്കെ ആ ഒരു അവാർഡൊക്കെ വേണമെങ്കിൽ മേടിച്ചെന്നൊക്കെ പറയാം. കാരണം കണ്ടിന്യൂസ് ആയിട്ട് 2 ഇയർ നിൽക്കണം കലക്കം വണ്ടിയാണ്. 5 സ്റ്റാർ റേറ്റ് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ഓടിക്കാനൊക്കെ നല്ല സുഖമാണ്. പിന്നെ നമുക്കൊരു മിനി SUV ഇരിക്കുന്ന ആ ഒരു ഭംഗിയിൽ അല്ലെങ്കിൽ ആ ഒരു കംഫർട്ടിൽ നമുക്ക് ഓടിച്ചു പോകാൻ പറ്റാവുന്ന നല്ല കലക്കം വണ്ടിയാണ് ഈ ടാറ്റയുടെ പഞ്ച്. അപ്പോൾ വണ്ടി നമുക്ക് ഫുള്ള് കണ്ടേക്കാം. ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് എല്ലാം ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. 2021 ഇതിൻ്റെ മോഡൽ വന്നത്, 2021 മോഡൽ. അതുകൂടാതെ തന്നെ പ്യുവർ എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ വന്നൊക്കെ വണ്ടിയാണ്. ഭയങ്കര കിലോമീറ്റർ കാര്യങ്ങളൊന്നും ഓടിയിട്ടില്ല. കിലോമീറ്റർ എത്രയാണ് ഓടിയേക്കണം അതൊക്കെ ഞാൻ വിശദമായിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണിക്കുമ്പോൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പഞ്ച് കണ്ടുവരാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു ടാറ്റയുടെ പഞ്ചാണ്. അപ്പോൾ പഞ്ച് വാഹനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ ടോപ്പ് സെല്ലിംഗ് വെഹിക്കിളാണ്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. മാരുതിയുടെ നമ്മുടെ വാഗണാറായാലും അല്ലെങ്കിൽ ബാക്കി ഓൾട്ടോ 800 ആയാലും എല്ലാം പിന്തള്ളി കൊണ്ട് വണ്ടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ടാറ്റ പഞ്ചിൻ്റെ സവിശേഷത. പിന്നെ 5 സ്റ്റാർ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട് കേട്ടോ. വണ്ടി നമുക്ക് ഫുള്ളൊന്ന് കണ്ടേക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് 5 സ്റ്റാർ സേഫ്റ്റിയിൽ മാത്രമല്ല, അതുകൂടാതെ തന്നെ വണ്ടി നമുക്കൊരു മിനി SUV ആയിട്ട് നമുക്കൊരു കണക്കാക്കാം. കാരണം ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കാം. വണ്ടി കാണുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു വണ്ടിയായിട്ട് തോന്നും. പക്ഷേ വണ്ടി നമുക്ക് ഉള്ളിലൊന്നും വളരെ കംഫർട്ടായിട്ട് വളരെ സുഖമായിട്ട് ചെറിയൊരു വണ്ടി ഓടിക്കേണ്ട ഫീലും കൂടി നമുക്ക് ഈ വണ്ടി തരുന്നുണ്ട്. അതാണ് ടാറ്റ പഞ്ചിൻ്റെ വിശേഷങ്ങൾ കേട്ടോ. വണ്ടി നല്ല നീറ്റായിട്ട് ഇങ്ങനെ വണ്ടിയാണത്. ഇനി നമുക്ക് വണ്ടിയുടെ ഓരോരോ ഭാഗങ്ങളിലേക്ക് വായിക്കാം. ഫസ്റ്റ് തന്നെ ടോപ്പ് വ്യൂ നോക്കാം. നല്ല നീറ്റായിരിക്കും ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടെ വീലാർസും കാര്യങ്ങളും നോക്കാം. ഈ ഫൈബറൊക്കെ നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് അല്ല, ഇവിടെ ബോണറ്റിലേക്ക് വരാം. ബോണറ്റിലായാലും ഒരു സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളൊന്നും ബോണറ്റിൽ നമുക്കിവിടെ കിട്ടുന്നില്ല. ലാമ്പിലേക്ക് വരാം. ഇവിടെ DRLസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. താഴെ നമുക്ക് ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് ഫോഗ് ലാമ്പിൻ്റെ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമുക്കിവിടെ ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല. ഇതിൻ്റെ ഗ്രില്ലായാലും ഒക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. താഴെ നമുക്ക് ബമ്പേഴ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ബമ്പേഴ്സ് കാണാം. ലാമ്പും നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ വീലാർസിലേക്ക് വരാം. ഈ വീലാർസായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. നല്ല ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ 2 ഡോറിലേക്കും വരാം. 2 ഡോറും ഇവിടെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു. അതേപോലെ തന്നെ സൈഡ് പോർഷൻ ആയാലും നല്ല വൃത്തി തന്നെ സൈഡ് പോർഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ബാക്കിലേക്ക് വരാം. ഇവിടുത്തെ വീലാർസും നീറ്റായിട്ട് ഇരിക്കുന്നു. കുഴപ്പമില്ലാത്ത ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ബാക്കിലേക്ക് വരാം. ഇവിടെ നമുക്ക് വിൻഷീൽഡ് വരുന്നുണ്ട്. വിൻഷീൽഡ് സ്ക്രാച്ചോ ഡെൻറ്റോ കാര്യങ്ങളും വിൻഷീൽഡ് കിട്ടുന്നില്ല. അതേപോലെ ഇതിൻ്റെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സും ഇവിടെ നല്ല നീറ്റായിട്ടിരിക്കുന്ന ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ നിന്നുള്ള വീലാർസ് നോക്കാം. ഈ വീലാർസായാലും നീറ്റായിട്ടിരിക്കുന്നു. കുഴപ്പമില്ലാത്ത ഗ്രിപ്പും ടയേഴ്സ് വെക്കുന്നുണ്ട്. വീൽ കപ്പും നമുക്കിവിടെ നോക്കാം. 2 ഡോറും നോക്കാം. 2 ഡോറും ഇവിടെ പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഡോർ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഡോർ പാഡ്സൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്ന ഡോർ പാഡ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിവിടെ പവർ വിൻഡോസിൻ്റെ ബട്ടൺ നമുക്കിവിടെ കാണാൻ പറ്റും. ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ ഫ്രണ്ടിൽ 2 സീറ്റ്സ് ആയാലും കമ്പനി സീറ്റ്സ് തന്നെയാണ് വന്നേക്കണം. യാതൊരു രീതിയിലുള്ള എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിൽ കയറിയിട്ട് ഇൻറ്റീരിയേഴ്സ് എന്താണ് സംഭവം എന്ന് നമുക്ക് ജസ്റ്റ് നോക്കിയേക്കാം. അപ്പോൾ ഞാൻ കീ ഒന്നെടുക്കാം. ഇതാണ് കീ വന്നേക്കണം. ഒന്ന് പവർ ഓൺ ചെയ്യാം. 49,000 കിലോമീറ്റേഴ്സാണ് വണ്ടി ഇപ്പോൾ ഓടിയേക്കണേ. ഇവിടെ നമുക്ക് ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. അതേപോലെ തന്നെ എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് മാനുവൽ ഗിയർ നോബ് നമുക്കിവിടെ കാണാൻ പറ്റും. പ്ലാറ്റ്ഫോമൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. ഡോർ പാഡ്സും ഇവിടെ ഭംഗി തന്നെ ഇരിക്കുന്നുണ്ട്. സ്റ്റിയറിംഗിൽ മൗണ്ടഡ് കൺട്രോൾസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം ഇത് പ്യുവർ എന്ന എഡിഷനാണ്. ഇവിടെ ബാക്കിയുള്ള കൺട്രോൾസൊക്കെ വരുന്നുണ്ട്. സീറ്റ്സ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. റിയറിലെ സീറ്റ്സും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്കിവിടെ കാണാം. റൂഫ് നോക്കാം. റൂഫും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് പയ്യൊന്ന് എക്സിറ്റ് അടിക്കാം. അതിനുശേഷം ഇതിൻ്റെ പാസഞ്ചർ സൈഡിൽ എന്താണ് അവസ്ഥ നോക്കാം. അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയും ഡോർ പാഡ്സൊക്കെ നോക്കാം. ഇവിടെ നമുക്ക് വൈൻഡിങ് വിൻഡോസും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കണേ. അതേപോലെ തന്നെ സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ന്യായമായിട്ടുള്ള ലെഗ് റൂം നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് പാസൽറ്റൊക്കെ നോക്കാം. പാസൽറ്റ് ആയാലും നീറ്റായിട്ട് ഇരിക്കുന്നു. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കണ്ടോ, നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഡോറിന് ക്ലോസ് ചെയ്യാം. അതിന് ശേഷം ഇതിൻ്റെ എൻജിൻ ഭാഗവും ബൂട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഞാൻ ജസ്റ്റ് ലിഡൊന്ന് ആദ്യം അപ്പ് ചെയ്യട്ടെ.
അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പഞ്ചിൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. ഞാൻ പറഞ്ഞ പോലെ തന്നെ വണ്ടി പെട്രോൾ ഓപ്ഷനിൽ വന്ന വണ്ടിയാണ്. പിന്നെ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം വണ്ടി ഇപ്പോൾ ജസ്റ്റ് വന്നേ ഉള്ളൂ, ഇതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത്. ഇതിൻ്റെ പേസ്റ്റിങ്ങൊക്കെ നോക്കാം. പേസ്റ്റിംഗ് ആയാലും നീറ്റായിട്ടിരിക്കുന്ന പേസ്റ്റിംഗ് നമുക്കിവിടെ കാണാം. ഇവിടെ എന്തെങ്കിലും ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാം. ആണോ, നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു എഡ്ജും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ ലിഡിലേക്ക് വരാം. ലിഡിൽ എന്തെങ്കിലും രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്കിവിടെ നോക്കാവുന്നതാണ്. നീറ്റായിട്ടിരിക്കുന്ന ഒരു എൻജിൻ റൂം നമുക്ക് പഞ്ച് തരുന്നുണ്ട്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിലേക്ക് നോക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഇവിടെ ലിഡൊന്ന് അപ്പ് ചെയ്യട്ടെ. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ഇവിടെ പാസൽട്ടൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. നമുക്ക് ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോൾ ഇവിടെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ബൂട്ട് സ്പേസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് വീൽ കപ്പിൻ്റെ ആ ഒരു സംഭവമാണ്. അതേപോലെ നമുക്ക് പ്ലാറ്റ്ഫോം അപ്പ് ചെയ്തിട്ട് ടയർ നോക്കാം. പുത്തൻ ടയേഴ്സ് തന്നെയാണ്, റോഡ് ടച്ച് ചെയ്യാത്ത ടയേഴ്സ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ ഇനി ഈ ഒരു എഡ്ജസിലേക്ക് നോക്കാം. എഡ്ജസ് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ലിഡിലേക്ക് വരാം. ലിഡായാലും വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിട്ട് ഇരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു പഞ്ചിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്കിവിടെ പറയാനുള്ളത്. പഞ്ച് നമുക്ക് ഡോറൊക്കെ അടക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്ട്രോങ്നെസ് മനസ്സിലാവുന്നുണ്ടോ, നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു പഞ്ചിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് റേറ്റും കാര്യങ്ങൾ സംസാരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ 21 മോഡൽ ടാറ്റയുടെ പഞ്ചാണ്. പ്യുവർ എന്ന് പറഞ്ഞ വേരിയൻറ്റിൽ വന്നേക്കുന്ന വണ്ടി. പിന്നെ പെട്രോളാണ്. പിന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരു റോഡൊക്കെ കണ്ട് യാത്ര ചെയ്യാൻ പറ്റും. അതുകൂടാതെ തന്നെ വണ്ടി സേഫ്റ്റിയാണ്, 5 സ്റ്റാർ സേഫ്റ്റിയിൽ വന്നേക്കുന്ന വണ്ടിയാണ്. പിന്നെ നമുക്കൊരു ബഡ്ജറ്റ് ലെവൽ ഉദ്ദേശിച്ചത് നമുക്ക് ഈ ഒരു കൊടുക്കുന്ന കാശിന് നമുക്ക് എന്തുകൊണ്ടും വെർത്താണ് ഈ ഒരു വണ്ടി. കാരണം ഇതിൻ്റെ കോമ്പറ്റീറ്ററായിട്ട് വന്നേക്കുന്ന മാരുതിയുടെ വാഹനങ്ങളായാലും ഹ്യുണ്ടായുടെ വാഹനങ്ങളായാലും എന്തുകൊണ്ടും ബെറ്റർ ഈ ഒരു ടാറ്റയുടെ പഞ്ച് തന്നെയാണ്. അപ്പോൾ പഞ്ചിൻ്റെ റേറ്റിലേക്ക് ഇറങ്ങാനാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു പഞ്ചിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6,10,000 6,10,000 ആസ്കിംഗ് പ്രൈസ്. അത് നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വോയിസോ മെസ്സേജോ അയക്കാം, റിപ്ലൈയും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു പഞ്ചിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് ഡെയിലി അപ്ഡേറ്റ്സിനായിട്ട് ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.